പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് മാത്സിലെ യൂണിറ്റ് 2 തുല്യ ത്രികോണങ്ങൾ എന്ന പാഠഭാഗം അതിലെ ചില പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് ഒരു ത്രികോണം? ഒരു ത്രികോണത്തിന് 3 വശങ്ങൾ ഉണ്ടായിരിക്കും. 3 വശങ്ങൾ ചേർന്ന ഒരു സംവൃത രൂപത്തിനാണ് ത്രികോണം പറയുന്നത്. ഇതിൻ്റെ വശങ്ങൾ പരസ്പരം ചേർന്നിരിക്കണം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ എപ്പോഴും പരസ്പരം ചേർന്നിരിക്കും. വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആയ ഒരു ത്രികോണം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു രേഖ വരയ്ക്കുന്നു. പൂജ്യം മുതൽ 3 വരെ എടുത്താൽ 3 സെൻറ്റിമീറ്റർ ആവും. 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു രേഖ വരച്ചു. ഇനി അതിൻ്റെ മറ്റൊരു വശം 4 സെൻറ്റിമീറ്ററും അടുത്ത വശം 6 സെൻറ്റിമീറ്ററും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. ഈ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ നമ്മൾ അളന്നെടുക്കുന്നു. 4 സെൻറ്റിമീറ്ററാണ്. അത് നമ്മൾ വരച്ച രേഖയുടെ ഒരു അഗ്രബിന്ദുവിൽ വെച്ച് ഒരു ചാപം അല്ലെങ്കിൽ വൃത്തഭാഗം വരയ്ക്കുന്നു. ഈ വൃത്തഭാഗത്തിനാണ് ചാപം എന്ന് പറയുന്നത്. ഇത് 4 സെൻറ്റിമീറ്ററാണ്. ഇനി 6 സെൻറ്റിമീറ്റർ നീളത്തിൽ കോമ്പസിൽ അളന്നെടുക്കുന്നു. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ അളന്നെടുത്തു. അത് നമ്മൾ വരച്ച രേഖയുടെ മറ്റേ അഗ്രബിന്ദുവിൽ വെച്ച് വേറെ ഒരു ചാപം വരയ്ക്കുന്നു. അപ്പോൾ ഞാനിവിടെ വരച്ച സമയത്ത് ഈ 2 ചാപങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അതിന് കാരണം ഈ ചാപം നീട്ടി വരയ്ക്കാത്തത് കൊണ്ടാണ്. 4 സെൻറ്റിമീറ്ററിൽ അളന്നെടുത്ത ചാപം നീട്ടി വരച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കുന്നു. എന്നിട്ട് ആദ്യം വെച്ച അതേ പോയിന്റിൽ വെച്ച് ഈ ചാപത്തിനെ ഇവിടേക്ക് നീട്ടി വരയ്ക്കുന്നു. ഇപ്പോൾ ഈ 2 ചാപങ്ങളും അല്ലെങ്കിൽ 2 വൃത്തഭാഗങ്ങളും കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ഇതാണ് കൂട്ടിമുട്ടിയ പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആദ്യം വരച്ച രേഖയുടെ 2 അഗ്രബിന്ദുവിലേക്കും ഓരോ രേഖ വരയ്ക്കുന്നു. ഇപ്പോൾ ഇത് 3 സെൻറ്റിമീറ്ററും ഇത് 4 സെൻറ്റിമീറ്ററും ഇത് 6 സെൻറ്റിമീറ്ററുമുള്ള ഒരു ത്രികോണം ആണ്. ഇങ്ങനെയാണ് അളവുകൾ തന്നാൽ നമ്മൾ ത്രികോണം വരച്ചെടുക്കുന്നത്. ഇതേ ത്രികോണം തന്നെ നമുക്ക് പല രീതിയിലും വരയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 3 സെൻറ്റിമീറ്ററും ഇവിടെ 4 സെൻറ്റിമീറ്ററും ഇവിടെ 6 സെൻറ്റിമീറ്ററും ആണ് വരച്ചത്. ഇതേ ത്രികോണം തന്നെ താഴെ 6 സെൻറ്റിമീറ്ററും മറുവശം 4 സെൻറ്റിമീറ്ററും ഈ വശം 6 സെൻറ്റിമീറ്ററും ആക്കിയിട്ടും നേരെ തിരിച്ചും ഒക്കെ വരയ്ക്കാവുന്നതാണ്. പല രീതിയിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇതേ രീതിയിൽ ഇതെല്ലാം
വശങ്ങളുടെ നീളം തുല്യമായ ത്രികോണങ്ങളാണ്. അതായത് 3 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ഉള്ള ത്രികോണങ്ങൾ. എല്ലാ ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ നീളം തുല്യമാണ്. പക്ഷേ വരച്ചിരിക്കുന്നത് പല രീതികളിൽ ആണ്. ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അതിലെ കോണുകളും തുല്യമായിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അതിലെ കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ ഈ ത്രികോണത്തിലെ കോണുകൾ തന്നെയാണോ ഈ ത്രികോണത്തിനുള്ളത്? അതുപോലെ ഈ ത്രികോണത്തിലെ കോണുകളാണോ മറ്റുള്ള ത്രികോണങ്ങൾക്ക് ഒരേ അളവിലാണോ ഉള്ളത്? അല്ലെങ്കിൽ ഈ ത്രികോണങ്ങളെല്ലാം തുല്യ വലിപ്പമുള്ളവയാണോ എന്ന് ഒന്ന് പരിശോധിക്കണം. ഞാനിവിടെ 3 ത്രികോണങ്ങൾ വേറെ വരച്ചിട്ടുണ്ട്. വലിയതാക്കി വരച്ചതാണ്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമാണ്. ഇവിടെയും ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. ഇവിടെയും ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആണ്. പക്ഷെ ത്രികോണങ്ങളൊക്കെ പല രീതിയിലാണ് ഉള്ളത്. അപ്പോൾ വശങ്ങളുടെ നീളം തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളുടെ കോണുകളും തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കുന്നതാണ്. ഇത് ഈ 3ാമത്തെ ത്രികോണം വെട്ടിയെടുത്തതാണ്. ഇതാണ് 3ാമത്തെ ത്രികോണം. ഈ ത്രികോണം വെട്ടിയെടുത്തതാണ് ഞാൻ. ഇതിലെ കോണുകള് വശങ്ങള് ഒക്കെ തുല്യമാണ്. ഈ കോണും 3 കോണും തുല്യമാണ്, വശവും തുല്യമാണ്. അപ്പോൾ ഈ 3ാമത്തെ ത്രികോണം ഈ ത്രികോണത്തിന് തുല്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ത്രികോണത്തിൻ്റെ വശങ്ങളും ഈ ത്രികോണത്തിൻ്റെ വശങ്ങളും തുല്യമാണ്. അതുകൊണ്ട് ഇതിലെ കോണുകളും തുല്യമാണ് എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പരിശോധിക്കാം. ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല എന്നറിയാം. അപ്പോൾ എങ്ങനെ വെക്കണം? ഇങ്ങനെ വെച്ച് നോക്കാം. കോണുകളും വശങ്ങളും ഒക്കെ ചേർന്നിരിക്കുന്നുണ്ട്. അതായത് ഈ ത്രികോണം തന്നെയാണ് ഈ ത്രികോണം. വശങ്ങളുടെ നീളം തുല്യമാണ്, അതുകൊണ്ട് കോണുകളും തുല്യമാണ്. ഇനി ഇതേ ത്രികോണം തന്നെ ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. ഇവിടെയും വശങ്ങളും ചേർന്നിരിക്കുന്നു, കോണുകളും ചേർന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ 3 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. അതായത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അതിലെ കോണുകളും തുല്യമായിരിക്കും. അങ്ങനെയുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. തുല്യ ത്രികോണങ്ങൾ അതായത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമായിരിക്കണം. ആ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തുല്യ ത്രികോണങ്ങൾ ആയിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളുടെ കോണുകളും തുല്യമായിരിക്കും. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളാണ് തുല്യമായിരിക്കുക.
നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ 2 ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണ് ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ. അങ്ങനെയാവുമ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഏത് കോണാണ് ഈ ത്രികോണത്തിൻ്റെ കോണിനോട് തുല്യം എന്നാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഈ കോൺ എ 6 സെൻറ്റിമീറ്റർ വശത്തിന് എതിരെയുള്ള കോണാണ് കോൺ എ. 6 സെൻറ്റിമീറ്റർ നീളമുള്ള വശത്തിന് എതിരെയുള്ള കോണാണ് കോൺ എ. അപ്പോൾ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളാണ് തുല്യമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ 6 സെൻറ്റിമീറ്റർ വശം ഈ പി ക്യു എന്ന വശമാണ്. ഈ പി ക്യു എന്ന വശത്തിന് എതിരെയുള്ള ഈ കോൺ 6, ഈ കോൺ 6 കോൺ എക്ക് തുല്യം. അപ്പോൾ കോൺ എ സമം കോൺ 6 എന്ന് എഴുതാം. കാരണം തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം. ഇവിടെ 6 സെൻറ്റിമീറ്റർ വശം ഈ ബി സി എന്ന വശമാണ് 6 സെൻറ്റിമീറ്റർ. ഇവിടെ പി ക്യു എന്ന വശമാണ് 6 സെൻറ്റിമീറ്റർ. അപ്പം പി ക്യുവിന് എതിരെയുള്ള കോൺ 6, ബി സിക്ക് എതിരെയുള്ള കോണ് എ ആണ്. അപ്പോൾ കോൺ എയും കോൺ 6 തുല്യം. ഇവിടെ 5 സെൻറ്റിമീറ്റർ നീളമുള്ള വശം ഏതാണ്? ആർ ക്യു അല്ലെങ്കിൽ ക്യു ആർ. ഇവിടെ 5 സെൻറ്റിമീറ്റർ നീളമുള്ള വശം സി എ. അപ്പോൾ അതിനെതിരെയുള്ള കോണ് സി എക്ക് എതിരെയുള്ള കോണ് കോൺ ബി ആണ്. അപ്പോൾ കോൺ ബിക്ക് തുല്യമാണ് കോൺ പി. 5 സെൻറ്റിമീറ്റർ നീളമുള്ള വശത്തിന് എതിരായിട്ടുള്ള കോണ് കോൺ പി. കോൺ ബി സമം കോൺ പി. അതുപോലെ ഇവിടെ ഈ 3 സെൻറ്റിമീറ്റർ നീളമുള്ള വശത്തിന് എതിരെയുള്ള കോൺ സി. ഇവിടെ 3 സെൻറ്റിമീറ്റർ വശത്തിന് എതിരെയുള്ള കോണ് കോൺ ക്യു. അപ്പോൾ കോൺ സി സമം കോൺ ക്യു എന്നെഴുതാം. അതായത് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഏറ്റവും വലിയ വശത്തിന് എതിരെയുള്ള കോണ് ഏറ്റവും വലിയ കോണായിരിക്കും. ഏറ്റവും ചെറിയ വശത്തിന് എതിരെയുള്ള കോണ് ഏറ്റവും ചെറിയ കോണായിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും വലിയ വശത്തിന് എതിരെയുള്ള ഓപ്പോസിറ്റ് വരുന്ന കോണാണ് ഏറ്റവും വലിയ കോൺ. ഏറ്റവും ചെറിയ വശത്തിന് ഓപ്പോസിറ്റ് വരുന്ന കോൺ ഏറ്റവും ചെറിയ കോണും ആയിരിക്കും. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ.